കസിൻസ് എല്ലാവരും കൂടെ ഒരു ബീച്ച് വൈബിന് വേണ്ടിയിട്ട് രാവിലെ 6:30ക്ക് ഇറങ്ങിയ കേട്ടോ. എന്നുവെച്ചാൽ ഇതിങ്ങനത്തെ ഒരു പരിപാടി എനിക്കില്ലാത്തതാണ്, ഈ ഉറക്കം കളഞ്ഞുള്ള പരിപാടി. എൻ്റെ അനിയത്തിയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ബീച്ചിൽ പോകും. അവൾ കുറേ വിളിക്കുകയും ചെയ്യും, പക്ഷെ ഞാൻ പോകില്ല കേട്ടോ. ഇതിപ്പോൾ പുറത്താണ്, ഞാനിപ്പോൾ പുറത്തായിരിക്കുന്നത്, അതുകൊണ്ട് കുറേ നോയ്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇതൊക്കെ ഒരു രസമാണല്ലോ. ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ പോകാറുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ലൊരു ത്രില്ലടിച്ചു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നതും, പിന്നെ ഇതാ ചേട്ടൻ അവിടെ വല ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ഓടിച്ചെന്ന് അവർ ആദ്യം തന്നെ പോയവർ അവിടെ നിന്ന് വില ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിന്. അപ്പോൾ അതിങ്ങനെ അവരതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അത്യാവശ്യം എഫേർട്ട് അവർക്കുണ്ട്, നമ്മൾ കാണുന്നവർക്കൊരു രസം. അപ്പോൾ അത്യാവശ്യം മീനും ഉണ്ടായിരുന്നു, അയില ഉണ്ടായിരുന്നു, കണമ്പ്, 3 ഞണ്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം മീനുണ്ടായിരുന്നു. അത് നമ്മളൊരു 400 രൂപയ്ക്ക് ഒരു കവർ നിറച്ച് വാങ്ങി കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഒരു ബോട്ട് എത്തി. ആ ബോട്ടിൽ മീനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ മീനുണ്ട്, നമുക്ക് ഞണ്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞണ്ടുണ്ട് താനും. ഞണ്ട് മേടിക്കാനായിരുന്നു മെയിനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നത്. പക്ഷേ അതൊരു 1.5 നിൽപ്പായി പോയി. നല്ലോണം നമ്മൾ വെയിറ്റ് ചെയ്തു, കാരണം അവർക്കത് ആ ബോട്ട് കരക്കടുപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നല്ല രീതിയിൽ അവർ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. 3 പേര് അത്യാവശ്യം ഏജ്ഡ് ആയവരാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അവരത് ഓൾറെഡി ഡെയിലി ചെയ്യുന്നതുകൊണ്ട് അവർക്കതൊരു ഇതായി തോന്നുന്നില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവരതങ്ങ് കയറ്റും, പിന്നെയും ഒരു തിര വരുമ്പോൾ പിന്നെയും അത് ഒലിച്ച് താഴത്തേക്ക് പോകും, വീണ്ടും കയറ്റും. ഇത് തന്നെയായിരുന്നു പരിപാടി. പിന്നെ കുറേ മരത്തടിയൊക്കെ വെച്ചിട്ടാണ് അവരത് മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നത്. പിന്നെ അവർ എക്സ്ട്രാ ഒരാളെയും കൂടിയും കൊണ്ടുവന്നിട്ടാണ് സംഭവം കരക്കയറ്റാൻ നിൽക്കുന്നത്, കാരണം അവരെ കൊണ്ട് കൂടുന്നില്ല. അവർ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്, നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ കേട്ട് കേൾവിയുള്ളൂ, ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇവർ ഇത് ചെയ്യുന്നത്, ഞാൻ നേരിട്ട് കാണുന്നത്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അവർ നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള റിസൾട്ടൊന്നും അവർക്ക് കിട്ടുന്നില്ല. അത്ര അധികം മീനായിട്ടൊന്നും അല്ല അവർ കയറി വന്നേക്കുന്നത്. ആ ബോട്ടിലുള്ള മൊത്തം മീനിന് നമ്മളോട് അത്യാവശ്യം മീനുണ്ട്, പക്ഷെ മൊത്തം മീൻ നമ്മളോട് പറഞ്ഞ റേറ്റ് അവർ 1400 രൂപയാണ് കേട്ടോ. പക്ഷേ അതൊന്നും അവരുടെ ഈ എഫേർട്ടിനുള്ളൊരു റേറ്റ് ആവുന്നില്ല. നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ട്. എത്ര നേരമാണ് നമ്മൾ നിന്നത് നമുക്കറിയില്ല. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു വെച്ചാൽ എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചിട്ട് പോകാം. ഞണ്ട്, എൻ്റെ മോന് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഞണ്ട് മേടിച്ചിട്ട് പോകാമെന്ന് കരുതി നിന്നു കേട്ടോ. പക്ഷേ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടും ഒരു ഞണ്ടേ അതിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മളത് വാങ്ങിയില്ല. ബാക്കിയെല്ലാം അയിലായിരുന്നു, നല്ല ഫ്രഷ് അയിലായിരുന്നു കേട്ടോ. എത്ര നേരം കഷ്ടപ്പെട്ടിട്ടാണ് അവരത് കയറ്റുന്നതെന്ന് നമ്മൾ അവിടെ നിന്ന് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നിട്ട് അവർ നമ്മളോട് പറയുന്നുണ്ട്, കാണുന്നുണ്ടോ ഞങ്ങളുടെ എഫേർട്ട്, കാണുന്നുണ്ടോ കഷ്ടപ്പാട്, കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ മീൻ തരുന്ന ടൈമിൽ, വില പറയുന്ന ടൈമിൽ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ എഫേർട്ട് കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ കൂടെയുള്ള ആളിനെ പറഞ്ഞിട്ട് അത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ കൂടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ലാസ്റ്റ് അവരത് ഫൈനലി അവരത് കയറ്റി. പിന്നെ അവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, ആ ഷെഡിലേക്കാണ് ഈ ബോട്ടിനെ അടുപ്പിക്കുന്നത്. നമുക്ക് മുന്നേ മീനിന് വില പറഞ്ഞതുപോലെ കുറേ നായ്ക്കുട്ടികൾ അവിടെ ചുറ്റും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ അവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് അവരത് കയറ്റിയിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി മീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വിലയൊക്കെ അവർക്ക് കിട്ടിയിരുന്നല്ലോ. ഇത് അത്ര അധികം ഒന്നും അറിയാനൊന്നുമില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചപ്പോൾ കുറേ മീനുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് അവർ പറഞ്ഞപ്പോൾ, പക്ഷേ അത്രയും അധികം ഇല്ല. ഈ കാണുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മളെ വെച്ച് നോക്കുമ്പോൾ അത് ഒരുപാട് മീനുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ ഒരു ഇതിങ്ങനെ കരയ്ക്ക് കയറ്റാനുള്ളൊരു എഫേർട്ട് കാണുമ്പോൾ അതിനനുസരിച്ചുള്ള മീനൊന്നും ഇല്ല എന്ന് തോന്നിപ്പോയി. കുറച്ചും കൂടിയും ആയിട്ടൊക്കെ കയറുകയാണെങ്കിൽ കുറച്ചും കൂടി വില കിട്ടുമല്ലോ. ഇപ്പോൾ നമ്മളോട് അവർ 1400 രൂപയ്ക്ക് അത് മൊത്തം എടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ നമുക്കത് മൊത്തം വേണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി മീൻ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 500 രൂപയ്ക്ക് മീനും മേടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു ഹോട്ടലുണ്ട്, നല്ല നെയ് റോസ്റ്റും മസാല ദോശയും ഒക്കെ കിട്ടുന്ന. അത് നല്ല നല്ല ഒരു പെരുമാറ്റമാണ് കേട്ടോ അവർക്ക് നമ്മളോട്.
അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം